ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വേറൊരു സ്റ്റോറിയാണ് കേട്ടോ. എൻ്റെ ലൈഫിലുള്ള 7th വെക്കേഷനിൽ പഠിക്കുന്ന സമയത്താട്ടോ. എൻ്റെ വീടിൻ്റെ 5-6 വീട് മുന്നുള്ള വീട്ടിലത്തെ ഒരു താത്ത അമ്മനോട് പറഞ്ഞ് നിങ്ങളെ മോളെ ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് സഹായത്തിന് പറഞ്ഞേക്കുമെന്ന് വെച്ചു. അപ്പം ഞാൻ പോയി ഫസ്റ്റ് ഡേ പോയ സമയത്ത് വലിയ വീടാട്ടോ, ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള വലിയ വീടാണ്. അപ്പോൾ പോയി ആ വീടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവില്ല നല്ല വലിയ സൗകര്യങ്ങളൊക്കെ വീടൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നല്ല രസത്തിൽ ഫുൾ അടിച്ച് വാരി തുടച്ച് പാത്രമൊക്കെ കഴുകി അടുക്കളൊക്കെ വൃത്തിയാക്കി വെച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായ. അങ്ങനെ അവരെന്ത് ചെയ്ത് പിറ്റേ ദിവസം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം പോയ സമയത്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അടിച്ച് വല്ലതും തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് മീൻ മുറിക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ മീനൊന്നും ആദ്യമായിട്ട് കാണാൻ, ഞാൻ ഇതുവരെ മീനൊന്നും മുറിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഒരു ചട്ടിയിൽ മൺചട്ടി അതിലിങ്ങനെ മത്തി ഇട്ട് വെച്ച് ഒരു കത്തിയും തന്ന് ഒരു പല തന്ന് നമ്മളിങ്ങനെ മുറ്റത്ത് അവിടെ പോയിരുന്നിട്ടാണ് മുറിക്കുക. ഞാനിത് കുറേ തിരിച്ചും മറിച്ച് എങ്ങനെയൊക്കെ മുറിക്കാനൊക്കെ നോക്കി കഷ്ടപ്പെട്ട് ഒരു മീൻ ഞാൻ മുറിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മുള്ള് വേറെ ആയിപ്പോയി, മീൻ വേറെ ആയിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് വേജാറേറും. അപ്പോൾ ഇത് ഞാൻ എന്താക്കും, മൊത്തം മീൻ ഇങ്ങനെ കുളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല കിച്ചണിൽ കൊണ്ടുപോയി പറഞ്ഞു എനിക്കിത് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞേ. അങ്ങനെ അപ്പോൾ അത് വേണ്ട, എന്നാൽ പിന്നെ ഒക്കെ എനിക്ക് അറിയുന്ന പണി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസവും എന്നെ വിടാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മുന്നിൽ നിന്നിട്ട് അമ്മ പറയുന്നത് അവളെ ഞാനിനി വിടുന്നില്ല. മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ അടുക്കള പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അവർ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെപ്പോലെ ആവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ മോളെ ഞാനിനി വിടൂല എന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ പിന്നെ എന്നെ വിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ നല്ലോണം പഠിക്കണം, എനിക്ക് നല്ല ജോലി കിട്ടണം. അപ്പോൾ അന്ന് മുതൽ പിന്നെ ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടായിട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ ക്ലാസ് ലീഡറായ സ്റ്റോറിയൊക്കെ. അപ്പം ഓൾറെഡി ഒരു വർഷം അവിടെ എക്സ്ട്രാ ഇരുന്ന് അപ്പോൾ കുറച്ചുകൂടി വിവരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. എല്ലാ ക്ലാസ്സിലും നല്ലോണം പഠിക്കും. എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ 50+ എംപ്ലോയീസ് ഉള്ള ഒരു ഓഫീസിൽ ഹെഡായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്ന് ഉമ്മ എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ തന്ന ഒരു പ്രതീക്ഷ എന്താണ്, ഞാൻ ഇങ്ങനെ ആവേണ്ടതല്ല, ഞാൻ ഇങ്ങനെ ആവേണ്ടതാണ് എന്നമ്മ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്താണ് ഇപ്പം എനിക്ക് ഈ നിലയിലെത്താൻ പറ്റിയത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്താണോ പറയുന്നത് അത് അവരായിത്തീരും ഫ്യൂച്ചറിൽ. നിങ്ങളുടെ മക്കളെ പറയാം എന്നെക്കൊണ്ട് എനിക്ക് ഒന്നും പറ്റില്ല, എനിക്കൊരു വിവരമില്ല, നീ പൊട്ടനാണ്, ബുദ്ധിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവരത് വിശ്വസിക്കും. അവരുടെ മൈൻഡ് എന്താ, എൻ്റെ അമ്മ പറയുന്നത് അതിലും വലുതാണ് വേറെ ആരെങ്കിലും, അപ്പം എനിക്കത് ഓക്കെയാണ്, അപ്പം ഞാനത് അങ്ങനെയാണ്, അമ്മ അത് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും പറയേണ്ടത് എനിക്ക് നല്ല, ഇപ്പോൾ എങ്ങാനും എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് എനിക്ക് നല്ല കഴിവുണ്ട്, ഇത് നന്നായിട്ട് പഠിക്കുന്നതാണ്, എനിക്ക് ഇതല്ല ഇതിനേക്കാളും അപ്പുറം പറ്റും, നീ ട്രൈ ചെയ്ത് നോക്കൂ. മാർക്ക് പറഞ്ഞാൽ ചീത്ത പറയുന്നു വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, നീ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഇതിനേക്കാളും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് അവരോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ എന്താണെങ്കിലും അത് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ എന്താണോ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ എന്താവുള്ളൂ, അവരായിത്തീരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മോള് LSS വിജയിച്ച്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്തും ക്ലാസ്സിലാക്കുന്ന സമയത്തും ടീച്ചേഴ്സിനൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞേ, മോളെ ഇത്രയേ ഉള്ളൂ, നെക്സ്റ്റ് ഇയറിൽ നിൻ്റെ ഫോട്ടോ ഇവിടെ ഫ്ലെക്സിൽ വരണം, LSS ഒക്കെ വിജയിച്ച് LSS കിട്ടിയ കുട്ടികളുടെ രീതിയിൽ നിൻ്റെ ഫോട്ടോ ഇവിടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളിപ്പോൾ അന്നൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, അത്ര പഠിക്കൊന്നുമില്ല. പക്ഷേ ഇവൾക്ക് LSS കിട്ടി. LSS കിട്ടിയ സമയത്ത് ടീച്ചർ ഈ LSSൻ്റെ ഗ്രൂപ്പിൽ ടീച്ചർ അവളെ മെൻഷൻ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക ജൽവനെയാണ്. കാരണം ജൽവ ഒറ്റയ്ക്ക് പഠിച്ചു വന്നതാണെന്ന്. കാരണം അവളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ടും അവിടെ ക്ലാസ് റൂമിൽ അവളെക്കാളും പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരായിരിക്കും LSS കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ അവർക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. ഇവളെ ഞാൻ പറഞ്ഞ അവൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അവളെ LSSൻ്റെ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തിയതാണ്. അങ്ങനെ അവളത് നേടി. ഞാൻ ഒരിക്കലും അവളോട് പിന്നാലെ നടന്ന് പഠിക്കുക പറയില്ല, നീ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചോ, എനിക്ക് പറ്റും, അത്രയും ഞാൻ പറയാറുള്ളൂ. അങ്ങനെ അവൾക്കത് കിട്ടി. അവൾക്ക് LSSും കിട്ടി, USSും കിട്ടി. പിന്നെ നെക്സ്റ്റ് ജസ LSSൻ്റെ സമയത്ത് അവൾ പിന്നാലെ നടക്കില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടും, എൻ്റെ ഫോട്ടോ വരും എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് LSSൽ ഒരു മാർക്ക് പോയി കേട്ടോ, ഒരു മാർക്ക് പോയി. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി, ഒറ്റ മാർക്കിനല്ലേ പോയത്. ഞാൻ പറഞ്ഞു റിവാലേഷൻ കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ റിവാലേഷന് കൊടുത്ത് അവൾക്ക് കിട്ടി. അപ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഇന്നേ വരെ അവരെ LSSൻ്റെ ബുക്ക് എന്താണെന്ന് തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അതേപോലെ തന്നെയാണ് പിന്നെ ജൽവക്ക് USSും കിട്ടി. ഞാൻ അവളോട് എപ്പോഴും പറയും, ഞാൻ നിങ്ങളുടെ ഫോട്ടോ സ്കൂളിൽ വരണം. 2 പേരുടെ ഫോട്ടോ ഇപ്പോഴും സ്കൂളിലുണ്ട് കേട്ടോ. ഫ്ലെക്സിൽ ജൽവ ഇപ്പോൾ ഹൈസ്കൂളിൽ ഫ്ലെക്സിൽ കിട്ടിയിട്ട് ഫ്ലെക്സിൽ അവളുടെ ഫോട്ടോ ഉണ്ട്, ജസൻ്റെതും ഉണ്ട്, എല്ലാവരതും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും എന്താണോ കുട്ടികളോട് പറയുന്നത് അതായിരിക്കും അവരായിത്തീരാം. നിങ്ങളെ കുട്ടിക്ക് പറ്റും എന്നാണ് നിങ്ങൾ അവരോട് പറയണമെങ്കിൽ അവർക്ക് പറ്റും. നിങ്ങൾ അവർ സക്സസ് ആകും എന്നാണ് പറയണമെങ്കിൽ അവർ സക്സസ് ആവും. എപ്പോഴും മക്കളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്ത് വാക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അത് മാത്രമേ അവർ ഫ്യൂച്ചറിലായി തീരുള്ളൂ. ഓക്കെ, താങ്ക് യു.